യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്കേവർക്കും പ്രചോദനമായി നിലകൊള്ളുന്ന വിശുദ്ധ ബർത്തലോമിയായുടെയും വിശുദ്ധ വിഞ്ചൻസായുടെയും ജീവിതത്തിലെ പ്രത്യേകമായും അവരുടെ സേവനത്തിനുള്ള ആത്മസമർപ്പണത്തിന്റെ ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാവങ്ങളും രോഗികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ആയവരിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായി തങ്ങളുടെ ജീവിതങ്ങളെ സമ്പൂർണമായും സമർപ്പിച്ചവരാണ് ഈ വിശുദ്ധർ. സഹോദരങ്ങളുടെ നന്മയും ദൈവമഹത്വവും മാത്രമാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ തേടിയിരുന്നത്. ജീവിത ലാളിത്യത്തിലും സ്നേഹ ശുശ്രൂഷയിലും വിശുദ്ധി കണ്ടെത്താൻ ആകും എന്ന് ഈ വിശുദ്ധർ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെയാണ് ജീവിത നവീകരണവും പുരോഗമനവും സാധിക്കുക എന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിശുദ്ധ ബർത്തലോമിയ കൂടുതൽ പ്രാധാന്യം നൽകി. വിശുദ്ധ വിഞ്ചൻസ ജെറോസ രോഗികളും അവശരും ആയവരെ വലിയ സ്നേഹത്തോടും ആർദ്രതയോടും കൂടെ സേവനമനുഷ്ഠിച്ചു. വിശുദ്ധ ബർത്തലോമിയായുടെ മരണത്തിനു ശേഷം ഒത്തിരിയേറെ വെല്ലുവിളികളെ നേരിടേണ്ടി വന്ന വിശുദ്ധ വിഞ്ചൻസ സ്ഥിരോത്സാഹത്തോടെ തന്റെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. യഥാർത്ഥ സേവനത്തിന് സഹനവും ക്ഷമയും ആത്മസംയമനവും കൂടിയേ തീരും. ഈ വിശുദ്ധരെ അനുകരിച്ചുകൊണ്ട് സ്വന്തമായവരെ എല്ലാം ഉപേക്ഷിച്ച് ദൈവ സ്നേഹത്തിന്റെ സാക്ഷികളിൽ ഒരാളായി എത്യോപ്യയിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഭാഷയും സംസ്കാരവും ബന്ധുബലവും ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ വിശുദ്ധരുടെ ആത്മീയ ചൈതന്യം കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈ വിശുദ്ധരുടെ കാലത്ത് എന്നതുപോലെ തന്നെ വിദ്യാഭ്യാസം ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ, കരുതൽ ആവശ്യമുള്ള കുടുംബങ്ങൾ, സാൻമാർഗിക ബോധനവും പിന്തുണയും ആവശ്യമുള്ള യുവജനങ്ങൾ ഇന്നും എത്യോപ്യയിൽ ധാരാളമുണ്ട്. യേശുവിന്റെ കരുണയും ആർദ്രതയും ഒത്തിരിയേറെ അർഹിക്കുന്നവരാണ് ഇവർ. മെയ് 18 ഈ സഹോദരിമാരെ വിശുദ്ധരാക്കിയതിന്റെ 76ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവരെ ആദരിക്കുന്നതോടൊപ്പം ഇവരുടെ വിശുദ്ധിയിലും സ്നേഹത്തിലും ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ബർത്തലോമിയ പറയുന്നത് പോലെ സഹനങ്ങളെയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സാധ്യമായതെല്ലാം അവസാനത്തുള്ളി രക്തം വരെ ചിന്തിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങളിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം.